പൂരത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനും വിൻചേട്ടനും മാർക്കറ്റിലൊക്കെ പോയി ചിക്കനും ബീഫൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ വീട്ടിലെത്തി അമ്മ അതൊക്കെ വാഷ് ചെയ്ത് തരുന്ന സമയം കൊണ്ട് ഞാൻ സാലഡിനുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോഴത്തേനും പിന്നെ ഉരുളിയിലെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ വേഗം ചിക്കനിലേക്കുള്ള സവാളയൊക്കെ വറുത്ത് കൊടുത്തു. ആ സമയത്ത് പിന്നെ നമ്മുടെ ബീഫിനെയും കൂടി പരിഗണിക്കണമല്ലോ. അപ്പോൾ പിന്നെ അയാൾക്കുള്ള മസാലയും കൂടി തേച്ച് വെച്ചു. പിന്നെ അപ്പോഴത്തേനും സവാള വറുത്ത് കോരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനിലേക്കുള്ള നമുക്കുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പറേഷനാണ് നടക്കണ്ടായിരുന്നത്. എന്നും ചിക്കൻ കറി ആയിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ചിക്കൻ ചുക്ക ഉണ്ടാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റ് മസാല നിങ്ങൾ കാണുന്നത്. പിന്നെ ആ മസാല ഒന്ന് ശരിയായി വന്നപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് തട്ടി. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഊണും തട്ടി, കാരണം സമയം വളരെ വൈകിയുണ്ടായിരുന്നേ. പിന്നെ ഗോബി മഞ്ചൂരിയന് വേണ്ടിയിട്ടുള്ള പൊടി കലക്കലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോഴത്തേനും പിന്നെ നമ്മുടെ ബീഫിനെ കുക്കറിലിട്ട് വെക്കാനുള്ള സമയമായി. അപ്പോൾ ഒരടുപ്പത്ത് നമ്മുടെ ചിക്കൻ അത് അവിടെ നല്ല വാഴലയുടെ അടിയിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഞാൻ ബാക്കി വെജിറ്റബിൾസ് സലാഡിനുള്ളത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേനും പിന്നെ കോളിഫ്ലവർ വേവിച്ചത് നമ്മുടെ പൊടിയിലിട്ട് മിക്സ് ചെയ്യാണ്. വിൻചേട്ടൻ കുറേ കുഞ്ഞുള്ളി തൊലി കളഞ്ഞ് തന്നു കേട്ടോ. അത് ബീഫിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കായിരുന്നേ. എനിക്ക് ബീഫിൽ കുഞ്ഞുള്ളി ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വറുത്ത് വെച്ച സവാള അത് തണുത്തുപോയി. അത് ഞാൻ പൊടിച്ച് വെക്കാൻ മറന്നുപോയി. പക്ഷേ അത് ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കോളിഫ്ലവർ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്തതെല്ലാം. പിന്നെ വൈകിട്ട് അവർ കഴിക്കാൻ വരാൻ നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അത് തണുത്തിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ബീഫിനുള്ള തയ്യാറെടുപ്പാണ്. ഉള്ളിയും സവാളയും എല്ലാം കൂടി മിക്സ് ചെയ്യാണ്. സവാള ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഫോണും ക്ലോക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം മിൻചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങിയോ എത്താറായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അവരെത്തുമ്പോഴത്തേനും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനല്ലേ, ഭയങ്കര ഒരു എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് എല്ലാം ചെയ്യണുണ്ടായിരുന്നത്. ഇവിടുത്തെ വിശേഷ ദിവസങ്ങളിലെ കുക്കിംഗ് ചാർജ് ഞാനാണ് കേട്ടോ. അമ്മ ക്ലീനിങ്ങിൻ്റെ ചാർജ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. രാവിലെ മുതൽ വൈകിട്ട് വരെ അന്നത്തെ ദിവസം അമ്മ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ കുക്കിങ്ങും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ മൂത്ത് വന്ന് മസാലകളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ബീഫ് വേവിച്ച് വെച്ചത് അതിലേക്ക് തട്ടി. പിന്നെ കായ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നേന്ത്രക്കായ. അതും നമ്മൾ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ബീഫ് റോസ്റ്റിന് വേണ്ടി. ഞാനങ്ങനെ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ഇവിടെ ബീഫ് അങ്ങനെ വാങ്ങിക്കാറില്ല. പക്ഷേ ഇങ്ങനെ വിശേഷ ദിവസങ്ങളാകുമ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് ഇവിടെ ബീഫൊക്കെ വാങ്ങിക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ ഡെക്കറേഷൻ പണികൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നേ. കിട്ടിയ സമയം കൊണ്ട് പെട്ടെന്നൊന്ന് കുളിച്ച് വന്നിട്ട് ആമസോണിൽ നിന്ന് വന്ന പെട്ടികളൊക്കെ പൊട്ടിച്ച് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോഴത്തേനും പിന്നെ വിൻചേട്ടൻ അവിടെ ബെഡ്ഷീറ്റൊക്കെ പുതിയത് വിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പുതിയ ചവിട്ടികളൊക്കെ മാറ്റിയിടാണ് കേട്ടോ. പഴയതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ ചവിട്ടികളൊക്കെ എല്ലായിടത്തും കൊണ്ടിട്ട് അങ്ങനെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അവർ വരുമ്പോഴത്തേനും. അപ്പോൾ അവർ വന്നിട്ടുള്ള വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടാം കേട്ടോ.